മുട്ടുമടക്കി അമേരിക്ക എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ അമേരിക്ക പറഞ്ഞ കാര്യം എന്താ പറയുക നിങ്ങളോട് ലോകത്തോട് വിളിച്ച് പറഞ്ഞ കാര്യം എന്താ അറിയോ, ഞങ്ങൾക്ക് ഓർമോസ് കടൽ തുറക്കുക ഇറാൻ. അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓർമോസ് കടൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണവായുധോ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. ഓർമോസ് കടൽ തുറന്നാൽ മാത്രം മതി, വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ച് പോവാം, എല്ലാ സംഗതികളും ഒഴിവാക്കി പോവാം. നിങ്ങൾ ഓർമോസ് തുറക്കൂ ഇറാൻ എന്നാ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്? മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങൾ. ഈ ഓർമോസ് കടൽ എന്ന സംഗതി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി അല്ലായിരുന്നു. ഇപ്പം ഇറാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താ അറിയോ, ഞങ്ങൾക്കുള്ള ഉപരോധങ്ങൾ മൊത്തം നിങ്ങൾ ഒഴിവാക്കുക. ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ ഉപരോധങ്ങൾ മൊത്തമായിട്ട് ഒഴിവാക്കുക. ഡിമാൻഡുകൾ പറഞ്ഞ കാര്യമാണ് എല്ലാ ഉപരോധങ്ങളും. ഇറാൻ എല്ലാ സംവിധാനങ്ങളും രാജ്യമായിട്ട് ഇറാൻ്റെ ഭരണകൂടത്തെ അംഗീകരിക്കണം. അതാണ് ഇറാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താ, ഓർമോസിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എല്ലാ അധികാരങ്ങളും ഇറാൻ മാത്രമായിരിക്കണം. ഇറാൻ വെച്ച കാര്യങ്ങൾ ഒരിക്കലും അമേരിക്കക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അമേരിക്ക അംഗീകരിച്ചേ പറ്റൂ. പിന്നെ ഇറാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഞങ്ങൾക്കുണ്ടായ നഷ്ടം എന്നുവെച്ചാൽ യുദ്ധം കരാറുമായി ബന്ധപ്പെട്ട് കുറച്ച് മാസങ്ങൾ മുമ്പ് ഒരു കരാർ ചെയ്തിരുന്നു. ഇതിന് ശേഷം അമേരിക്ക ആക്രമിച്ച സമയത്ത് ഇറാൻ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എത്ര മില്യൺ കോടി രൂപ നഷ്ടങ്ങളുണ്ട്, ആ പൈസ ഒക്കെ തന്നെ അമേരിക്ക വെച്ചു കൊടുക്കണം. നാലാമത്തെ കാര്യം എന്താ അറിയോ, ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഞങ്ങളുടെ ഫണ്ടുകൾ കുറേ ഫണ്ടുകൾ ആ ഫണ്ടുകൾ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, ബാങ്കാക്കി വെച്ചിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ. ആ പൈസ റിട്ടേൺ കൊടുക്കണം. എന്തൊക്കെ പറയുന്നു അതൊക്കെ അംഗീകരിക്കാൻ ഈ അമേരിക്ക തയ്യാറാകുന്നുള്ള, അമേരിക്ക തയ്യാറാവും എന്നുള്ളതാണ്. ലോകത്തെ നെട്ടിച്ചു കൊടുക്കുകയാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ കുറഞ്ഞ മണിക്കൂർ മുമ്പ് UN ഒരു കപ്പൽ ആക്രമിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാൻ കാരണം എന്താ അറിയോ, അമേരിക്ക മുട്ടുമടക്കി ഇറാൻ്റെ മുമ്പിൽ എന്താ അറിയോ, പലസ്തീൻ മക്കളെ, പാവപ്പെട്ട 60% മക്കളെ ചുട്ടുകൊല്ലുന്ന ഇസ്രായേലിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് ഇറങ്ങിയതാണ് അമേരിക്ക. അമേരിക്ക പാഠം പഠിച്ചു. ഇറാൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. ഇറാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു വിധത്തിലും ഇറാൻ വിട്ടുവീഴ്ച തയ്യാറല്ല. ഞങ്ങൾ പറയുന്ന കാര്യം ഇതൊക്കെ തുറക്കണമെങ്കിൽ, ഈ സംഗതി ഈ ഓർമോസ് കടൽ ഞങ്ങൾ തുറക്കണമെങ്കിൽ ഇതൊക്കെ ഇറാൻ അമേരിക്ക ചെയ്തിരിക്കണം. ഈ പറയുന്ന പൈസകൾ മൊത്തം കൊടുക്കണം. ഇവിടെ നഷ്ടം ഉണ്ടായ കൊടുക്കണം. ഓർമോസ് കടൽ ഇറാൻ സ്വന്തമുള്ളതെന്ന് അംഗീകരിച്ച് കൊടുക്കണം. ഇത്രയും കാലം ഫണ്ടുകളൊക്കെ കൊടുക്കണം. എല്ലാ സംഗതി ആയുധങ്ങൾ ഇറാൻ ഉണ്ടാക്കാം. മനസ്സിലാക്കാൻ കാരണം എന്താ പറയുക, ഇറാൻ്റെ മുന്നിൽ മുട്ടുമടക്കി അമേരിക്ക എന്നുള്ളതാണ്. ഒരു രക്ഷയില്ല. അടി എന്ന് പറഞ്ഞാൽ അമ്മായി അടിയാണ് കൊടുത്തത്. എന്ത് പറഞ്ഞാലും കേൾക്കാൻ, ഏത് രൂപത്തിലും കേൾക്കാൻ അമേരിക്ക കേൾക്കും ഇറാൻ്റെ വാക്കുകൾ. അതേപോലെ തന്നെ വേറെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇറാൻ്റെ കയ്യിൽ അമേരിക്കയിലേക്ക് എത്താൻ പറ്റില്ലേ. ഇറാൻ ഇപ്പം കുറച്ച് ഇൻ്റലിജൻസ് കാര്യങ്ങൾ പറഞ്ഞെന്തറിയോ, ലോക പോലീസ് പറഞ്ഞ അമേരിക്ക പുറത്തോട്ട കാര്യം എന്താ അറിയോ, ഇറാൻ്റെ കൈവശം അമേരിക്കയിലേക്ക് എത്താനുള്ള മിസൈലുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഇസ്രായേൽ എന്താ പറയുക, മൊസാദ് TV പറഞ്ഞ കാര്യം കുറച്ച് മുമ്പാണ്. ആ സ്ഥിതിക്ക് എന്താ അറിയോ, അമേരിക്കക്ക് അറിയാം, ട്രംപിന് അറിയാം ഇപ്പം നടന്നതല്ല നടക്കാൻ പോകുന്നത്. അമേരിക്കക്ക് നോവും, അമേരിക്കൻ രാജ്യത്തിന് നോവും. അത് മനസ്സിലാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിച്ച് പോവുക എന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞു. ഇപ്പം പറയുന്നില്ലല്ലോ. ഇപ്പം ട്രംപ് പറയുന്നില്ല ഞങ്ങൾ കരാർ ഒപ്പിടാൻ പോവുക, ഇല്ലെങ്കിൽ ഇറാൻ ഞങ്ങൾ നശിപ്പിക്കുന്നു പറയുന്നില്ല. ഒരു വാക്ക് പോലും പറയുന്നില്ല. സത്യം മനസ്സിലാക്കിയ ലോകരാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കുറേ ആൾക്കാർ ചോദിക്കും സന്തോഷിക്കല്ല സഹോദരന്മാരെ, സന്തോഷിക്കല്ല പറയുകയാണ്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇറാൻ ആക്രമിച്ചത്? ഈ സന്തോഷിക്ക് കുറേ മെസ്സേജുകളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സ് കണ്ടു. സന്തോഷമല്ല, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. നമ്മൾ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ സന്തോഷിക്കുന്നതല്ല. എനിക്കിങ്ങനെ പറയാനേ അറിയൂ. എന്നാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. താങ്ക് യു വെരി മച്ച്.